എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രാധികാമ്മയുടെ അടുത്ത് ഗോവിന്ദ് വരികയാണ്. ഗോവിന്ദ് വന്നപ്പോൾ ചോദിച്ചു, അല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറയണം. എന്താ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്? പെട്ടെന്ന് പറ. എനിക്ക് രഞ്ജുവിന്റെ അടുത്തേക്ക് പോകണം, അവളെ ഡിസ്ചാർജ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരണം. അതന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്. എനിക്ക് അവളെക്കുറിച്ച് തന്നെ സംസാരിക്കാനുള്ളത്. എന്താ അമ്മ അവളെക്കുറിച്ച് ഇത്രമാത്രം സംസാരിക്കാനുള്ളത്? അല്ല കണ്ണ, നീ അവളും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കണം. ബന്ധവോ? അമ്മയ്ക്കറിയാലോ, അവൾ എന്റെ ഫ്രണ്ടാന്ന് പറയണ. ഫ്രണ്ടോ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പലരും സംസാരിക്കുന്നുണ്ട്, അറിയാവോ? നീയും ഗീതവും തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണോ നിന്റെ ശ്രമം? അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ? അമ്മ ഇങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇതേ, നാവിൽ നിന്ന് വല്ലതും വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാതാവുമെന്ന് പറയണം. ഈ സമയത്ത് വിനോദും പ്രിയ അങ്ങോട്ട് വന്നേ. പക്ഷെ അവരെ രണ്ടുപേരെ ഗോവിന്ദ് കണ്ടില്ല. ഗോവിന്ദ് തിരിഞ്ഞിരിക്കുന്ന കൊണ്ട് കണ്ടില്ല. പക്ഷെ രാധികാമ്മ കണ്ടു. രാധികാമ്മ പെട്ടെന്ന് ചോദിച്ചു, അല്ല അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ ബന്ധം എന്ന് ചോദിക്കാം. അമ്മ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. ഫ്രണ്ട്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട് എത്ര കാലം എന്ന് വെച്ചാ അവളിവിടെ നിർത്തുന്നേ? അതോ അതിലപ്പുറം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാം. അമ്മേ, അതിപ്പോ അമ്മ അങ്ങനെയും ചിന്തിക്ക് പോലും ചെയ്യരുത്. അവൾ എനിക്ക് എന്റെ അനിയത്തിയെ പോലെയാന്ന് പറയണ. പെട്ടെന്നാണ് അപ്പറേന്ന് വിനോദും പ്രിയയും കൂടെ അടുത്തേക്ക് വരുന്നേ. അപ്പൊ പ്രിയനെ കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ഞെട്ടലുണ്ടായി ഗോവിന്ദനില്. അപ്പൊ ഇതൊന്നും ഗോവിന്ദന്റെ വായിന്ന് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു രാധികാമ്മ ആ ചോദ്യം ചോദിച്ചോണ്ടിരുന്നേ, ആരാന്ന്. പെട്ടെന്ന് പ്രിയനെ കണ്ടത് ഞെട്ടലോടെ നോക്കി, പ്രിയമോളെ നീ ആ ഏട്ടന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടല്ലോ. അല്ല, ഏട്ടന് എന്റെ സ്ഥാനത്താണ് അവളെ കാണുന്നതെന്ന് ചോദിക്കുവാണ്. സത്യം പറ, ഏട്ടന്റെ ആരാ അവളെന്ന് ചോദിക്കുവാണ്. അല്ല അത് പിന്നെ ഞാന് സത്യം പറയണം. എന്റെ മുഖത്ത് നോക്കി ഏട്ടന് കള്ളം പറയാൻ പറ്റില്ല. ഏട്ടൻ പറഞ്ഞല്ലോ അനിയത്തിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആരാന്ന് ചോദിക്കുവാണ്. രാധികാമ്മ ഏട്ടൻ ചോദിച്ചു, അല്ല കണ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടാ, നീ അനിയത്തിയാന്ന് പറയുമ്പോഴ് ഞാൻ ഇങ്ങനെ ഒരാൾ പ്രസവിച്ചിട്ടില്ല. പിന്നെ ഗോവൻ മാധവന് ഇങ്ങനെ ഒരു മകളുണ്ടായിട്ട് എനിക്കും അറിയത്തില്ല. പിന്നെ എങ്ങനെ അവള് നിന്റെ അനിയത്തിയാണെന്ന് ചോദിക്കുക. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥയായിപ്പോയി. ഗോവിന്ദനോട് വെച്ച് പറയേട്ടാ, അവള് പിന്നെ ഏട്ടന്റെ ആരാന്ന് ചോദിക്കാണ്. ഏട്ടന് ഞാൻ ഓരോ അനിയത്തിയായിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്ഥാനത്ത് മറ്റാരും വരുന്ന എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എന്റെ ഏട്ടൻ മാത്രം മതി എന്ന് പറയാം. അതുപോലെ തന്നെ ഏട്ടന് പെങ്ങളായിട്ട് ഞാൻ മാത്രം മതിയെന്ന്. വല്ലാത്തൊരു കുടിക്കപ്പെട്ട അവസ്ഥയായിപ്പോയി ഗോവിന്ദൻ എന്ത് മറുപടി പറഞ്ഞില്ല. ഗോവിന്ദ് പറഞ്ഞു, മോളെ ഞാൻ ഏട്ടൻ കൂടലെന്നും പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാനും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ മേലാല് ഈ വീടിന്റെ പണി ഞാൻ കയറത്തില്ല എന്ന് പറയാം. മോളെ അങ്ങനെയൊന്നും ഇനി കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ ഡിസ്ചാർജ് ചെയ്ത് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടൻ രാധികാൻ പറഞ്ഞു, ഈ വീട്ടിലേക്കെന്നല്ല, നമ്മുടെ ഒരു ഗസ്റ്റ് ഹൗസിലേക്കും കൂട്ടിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ എവിടത്തേക്കും അവളെ താമസിപ്പിക്കാനോ ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല എന്ന് പറയണം. അവൾ എവിടെ നിന്നാണോ കൊണ്ടുവന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചയച്ചേക്കാൻ പറയുക. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ഒരവസ്ഥയെ. രാധികാമ്മ തന്റെ കരുക്കളൊക്കെ നല്ലവണ്ണം തന്നെ നീക്കുവാണ്. രാധികാമ്മയ്ക്ക് അറിയാം, അവള് വിജയലക്ഷ്മിയുടെ മകളാണെങ്കിൽ ഒരു നിമിഷം പോലും അവളോട് താമസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാധികാമ്മ ഇങ്ങനെ ഒരു ഉപാധി വെച്ചതന്നെ. പക്ഷെ പ്രാവം പ്രിയമോൾക്കൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. പ്രിയമോൾ ആ ചതിക്കുഴി പെട്ടുപോവാണ് ചെയ്തത്. പിന്നീട് രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വിജയലക്ഷ്മിയുടെ തോളത്തേക്ക് രഞ്ജു ചാന്ന് കിടന്നപ്പം വിജയലക്ഷ്മി, എനിക്കറിയായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം മോളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി മോൾ എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്കറിയായിരുന്നു. സോറി കേട്ടാമേ, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് അവരെൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് പുറത്ത് ഗീതവും ധ്യാനും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ധ്യാൻ പറഞ്ഞു, എന്നാലും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഗീതാഞ്ജലിയല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്? വിജയലക്ഷ്മി മാഡം എന്ന് പറഞ്ഞ അതോ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവരുടെ ആ സ്നേഹം കണ്ടില്ലേ? അമ്മയുടെ അടുത്ത് രഞ്ജുവിനെ എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചെന്ന് പറയണം. പിന്നെ പറഞ്ഞു, എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് ധ്യാനോട് ചോദിക്കുക. അല്ല ഗീതുവിന് എന്താ സംശയമുള്ളേ? പിന്നീട് ഫോണിനകത്ത് ആ ആമടപ്പെട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കണം. അല്ല ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണോ രഞ്ജു വന്ന് സ്വർണം കൂടെ ധ്യാനിന് തന്നേന്ന് ചോദിക്കണം. പെട്ടെന്ന് പറഞ്ഞാ ഏകദേശം ഇങ്ങനെ തന്നെ ഇരിക്കുന്ന പെട്ടിയാ, ഇതുപോലെ തന്നെ ഇരിക്കണോ അങ്ങനത്തെ ഒരു പെട്ടിയിലാന്ന് പറയണത്. അല്ല എന്താ ഇങ്ങനെയൊക്കെ തോന്നാനായിട്ട്? ഞാൻ വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ ദുരൂഹതകളിലൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയണം. അതോ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളൂ എന്ന് പറയണം. പിന്നീട് ഗീതു അങ്ങോട്ട് കടന്നു ചെല്ലുവാണ്. ഗീതു അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും, അല്ല അതൊക്കെ പോട്ടെ, അന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, നിങ്ങളുടെ സ്നേഹിച്ചിരിക്കാൻ പറയണം. പെട്ടെന്ന് രഞ്ജു പറഞ്ഞു, അതെങ്ങനെ ശരിയാകും ഗീതു, ഞാനും വരണ്ടേ? ഇതേ അറക്കൽ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഗോവിന്ദാണ് പിന്നെ അത് പ്രശ്നമാക്കും. ഗോവിന്ദാണ് എന്നെ ഇപ്പൊ നോക്കിയിരിക്കുമായിരിക്കും എന്ന് പറയാം.
പെട്ടെന്ന് ഗീതുവിന് എന്തോ മറുപടി പറയാൻ നിർത്തില്ല. ഗീതു നേരെ വിജയലക്ഷ്മിയുടെ ധ്യാനിന്റെ നേരെ നോക്കുകയാണ്. ധ്യാനിന്റെ നേരെ നോക്കി കണ്ണ് കാണിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ധ്യാന രഞ്ജുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്നറിയോ? ഒരു കുറച്ച് ദിനങ്ങൾ നിന്നോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി മാത്രം. ആ സമയത്ത് നീ അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്ങനെയാ രഞ്ജു ശരിയാന്നേ? എനിക്ക് അവിടെ സ്വസ്ഥതയോടെ വന്ന് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? അതും ഒരു അന്യ വീട്ടിൽ വന്ന് ഞാൻ എങ്ങനെയാ നിൽക്കുന്നേ? അതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെയാണെങ്കിൽ എനിക്ക് സർവ്വസ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അറിയാലോ, അത് നിനക്കൊരു അന്യ വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രഞ്ജു മനസ്സിൽ പറയാം, അതെനിക്ക് അന്യ വീടല്ല, എന്റെ സ്വന്തം വീട് തന്നെയാ. പക്ഷെ അതെങ്ങനെ ഇപ്പം ധ്യാനിനോട് പറയുന്ന ഒരു ചിന്തയായിരുന്നു രഞ്ജുവിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. പെട്ടെന്ന് ഗീതവും പറഞ്ഞു, ശരിയാ, ഇവിടെ നിൽക്ക്, അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ഇനിയിപ്പൊ അങ്ങോട്ട് വന്ന് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ചു ദിവസം ധ്യാൻ കൂടെ നിൽക്കാൻ വന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. വിജയലക്ഷ്മി അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, എന്നാലും ഗോവിന്ദേട്ടൻ അപ്പൊ ഗോവിന്ദേട്ടൻ പ്രശ്നമാക്കില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഗോവിന്ദേട്ടന് പറഞ്ഞ് അതൊക്കെ ശരിയാക്കാന്ന് ഗീതു പറയുന്നുണ്ട്. ഈ സമയത്ത് ഗീതുവിന് അറിയത്തില്ലായിരുന്നു ഗോവിന്ദനോട് എങ്ങനെ പറയും, സംസാരിക്കും. പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത്. ഫോൺ ബെല്ലടിച്ച് ചോദിക്കുമ്പോഴത്തേനും ഗോവിന്ദ വിളിക്കുന്നത്. എങ്ങനെ എടുക്കും, എന്ത് ചെയ്യും? ഗീതു പറഞ്ഞു വിജയലക്ഷ്മിയോട് പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ് വരാൻ പറയാണ്. വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് രഞ്ജു എന്ത് ചെയ്യാണ്? രഞ്ജു പറഞ്ഞു, അതെ അമ്മയോട് എനിക്കും കൂടെ സംസാരിക്കേണ്ട, അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് ആദ്യം അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് മാറി ഗോവിന്ദന്റെ കോൾ അങ്ങോട്ട് അറ്റൻഡ് ചെയ്യുവാണ്. അറ്റൻഡ് ചെയ്യുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഗീതു ഒരു പ്രശ്നമുണ്ടെന്ന് പറയണം. അല്ല എന്താ കണ്ടേട്ട പ്രശ്നം? അല്ല അതിപ്പോ ഞാൻ എന്താണെങ്കിലും കാര്യം പറ. അതെ പ്രിയമോൾ ഇവിടെ വന്നിട്ടുണ്ട്, പ്രിയമോളും അമ്മയും രഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ സമ്മതിക്കുന്നില്ലെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ഗീതുവിന്റെ മനസ്സിലൊരു കുളിർമഴ പെയ്തൊരു ഫീലാ തോന്നിയത്. കാരണം താൻ മനസ്സിൽ വിചാരിച്ചതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. തന്റെ ആഗ്രഹം പോലെ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങോട്ട് ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നു. അല്ല അതെന്താ ഗോവിന്ദേട്ട കാര്യം? ഒന്നും പറയണ്ട, അത് വലിയ പ്രശ്നങ്ങളായി. പ്രിയമോൾ ഇവിടെ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ അവളെ എവിടെയെങ്കിലും ഒന്ന് താമസിപ്പിക്കാൻ പറ്റുമോ? ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ ഒരിടത്തും അവളെ താമസിപ്പിക്കേണ്ടെന്ന ഓർഡർ എന്ന് പറയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയാന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഗീതുവിന് ആ സമയത്ത് ചിരിയാണോ എന്ന്. ഗീതു പറഞ്ഞു, അപ്പൊ കണ്ണാട്ട പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ഗീതു എങ്ങനെയാലും നീ ഒന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ. അല്ല അപ്പൊ ഗോവിന്ദേട്ടൻ പോയത് ഓഫീസിലേക്കല്ലേ, വീട്ടിലേക്കാണോ പോയെന്ന് ചോദിക്കണം. അല്ല അതൊക്കെ ഞാൻ പിന്നെ പറയാം, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ സമയമില്ലാന്ന് വേണം. എന്നെ എങ്ങനെയാലും രക്ഷിച്ചേ പറ്റുള്ളൂ. ഞാനും നോക്കട്ടെ. പക്ഷെ കാര്യമുണ്ട്, ഞാൻ ഗോവിന്ദേട്ടനൊരു വരം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേറെ വരം ചോദിക്കും, എനിക്ക് തരുമോന്ന് ചോദിക്കണം. നിനക്ക് വരവോ എന്ത് വെള്ളം എത്ര വരം വെള്ളം തരാം, ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതി. ഓക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിക്കുന്ന വരം തരണമെന്ന് പറയാം, അതൊക്കെ ഞാൻ തന്നോളെന്ന് പറയാം. അന്ന് ഒരു കാര്യം ചെയ്യാം, കണ്ണേട്ടൻ ഇനി ഒന്നും പേടിക്കണം, ധൈര്യമായിട്ട് ഓഫീസിലേക്ക് പോയിട്ട് അവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളം പറയാന്. അങ്ങനെ ഗോവിന്ദ് സന്തോഷത്തോടെ ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് ഗീത ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. പിന്നീട് രഞ്ജി വിജയലക്ഷ്മിനെ മാറ്റി വിളിച്ചോണ്ട് പോവാണ്. അല്ല അമ്മയോട് എനിക്ക് കാര്യം പറയാനുള്ള എന്താണെന്നറിയാവോ? ഒരു കാരണവശാലും ഇപ്പം ഗീത പറയരുത് ഗോവിന്ദേട്ടന് അമ്മയുടെ മാനാന്നുള്ള സത്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഗീതുവിന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ്. അല്ല അതറിഞ്ഞിട്ട് ഒരിക്കലും ഗോവിന്ദേട്ടന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. അല്ല മോളെ, ഞാൻ അമ്മ കൂടലെന്നും പറയണ്ട, അറിയാലോ. അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോവിന്ദേട്ടൻ ആത്മഹത്യ ചെയ്യാനും മടിക്കില്ല. ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അമ്മേനെ ഒരിക്കലും ഗോവിന്ദേട്ടൻ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും അംഗീകരിക്കില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഗീതു ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന് താങ്ങാൻ കഴിയില്ല. അമ്മയ്ക്കറിയാലോ ഗോവിന്ദന്റെ അച്ഛനാരാന്നുള്ള സത്യം. കാരണം നാണക്കേട് സഹിക്കാൻ വയ്യ ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനാ. അങ്ങനെയുള്ള മകൻ ഒരു കാരണവശാലും നാണക്കേട് വന്നിട്ട് സഹിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അമ്മേനെ അംഗീകരിക്കാൻ പറ്റാത്തടത്തോളം കാലം അമ്മയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഗീതു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഗോവിന്ദണ്ണ സഹിക്കില്ല. അതുകൊണ്ട് അമ്മ എനിക്കൊരു വാക്ക് തരണം. അമ്മ ഒരു കാരണവശാലും ഈ കാര്യത്തെക്കുറിച്ച് ഗീതുവിനോട് സംസാരിക്കരുതെന്ന് പറയണം. വിജയലക്ഷ്മി ആ പാടെ പെട്ടുപോയി. സംഗീതത്തെ തൊട്ട് സത്യം ചെയ്ത് കൊടുത്ത കാര്യമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യണം നടത്തില്ല. ആ പാടെ പെട്ട് ഈ സമയത്താണ് അങ്ങോട്ട് ഗീത വരുന്നത്. ഗീത വന്നിട്ട് ചാഹാ രണ്ടുപേരോട് സംസാരിച്ചോണ്ടിരിക്കുവാണെന്ന് ചോദിക്കണം. അല്ല എന്താ ഗീതു? അല്ല എനിക്ക് ഒരു വാക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയണ. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, ഗീത ഇപ്പൊ പോകാൻ നോക്കാൻ പറയണ. അതെന്താ അങ്ങനെ പറയണേ? പോകാൻ പറഞ്ഞേ പോയാൽ മതി. അതെ എനിക്ക് എന്റെ മോളോട് കുറച്ച് സംസാരിക്കാനുണ്ടൊക്കെയുണ്ട്, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണ. അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പെട്ടെന്ന് ഗീതുവിന്റെ കണ്ണുകളൊക്കെ അങ്ങോട്ട് നിറഞ്ഞു വന്നു. രഞ്ജുവിന് മനസ്സിലായി ഗീതുവിന്റെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടെന്നുള്ള കാര്യം. ഞാൻ പറയുന്ന അങ്ങോട്ട് മാത്രം അനുസരിച്ചാൽ മാത്രം മതി, ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, അറിയാലോ. ആ
രഞ്ജു എൻ്റെ മോളെ എൻ്റെ അടുത്ത് എത്തിക്കാണ്ട് ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞോണ്ട് അതൊക്കെ വിശ്വസിച്ചിരിക്കേണ്ട ആവശ്യം ഗീതുവിനുണ്ടോ? പിന്നെ ഈ കാര്യം പറഞ്ഞേക്കാം, ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നേക്കൽ, രഞ്ജുവിനെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നേക്കലെന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് തലയ്ക്ക് അടിയേറ്റ പോലെ ഒരു അവസ്ഥയിലായി പോയി ഗീതുവിന് എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ലാത്തൊരവസ്ഥ. കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുവാണ്. രഞ്ജുവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, നീ ആയിരുന്നു ശരി, ഇപ്പോഴെനിക്ക് എൻ്റെ സത്യങ്ങളൊക്കെ ബോധ്യമാണ്, എൻ്റെ തെറ്റുകളൊക്കെ എനിക്ക് ബോധ്യമാണ്. ഒരിക്കലും ഈ സ്ത്രീയെ വിശ്വസിച്ചു കൂടായിരുന്നു. വെറുതെ അല്ല ഗോവിന്ദന് ഇവര് ഇഷ്ടമില്ലാത്ത, ഇവരുടെ ഈ സ്വഭാവം കാരണമായിരിക്കും ഇവര് ഇഷ്ടമില്ലാത്ത എന്ന് പറയണം. രഞ്ജുവിൻ്റെ ഉള്ള ആളി കത്തിക്കൊണ്ടിരിക്കുക. പാവ അമ്മ, താൻ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ഗീതുവിന് അറിയത്തില്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു, ഇവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഒരിക്കലും എനിക്ക് അവരെ പഴയ പോലെ സ്നേഹിക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ അമ്മയായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ അവരിവിടെ വരണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നിന്നെ ഞാൻ ഇവിടെ കാണാൻ വരും രഞ്ജു, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇറങ്ങി അങ്ങനെ നടക്കുവാണ്. രഞ്ജുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഗീതു അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഗീതുവിൻ്റെ ഉള്ളിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്നാലും തന്നോട് ഈ ചതി അമ്മ ചെയ്യണ്ടായിരുന്നു. എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാലം വലിക്കുന്നൊരു സ്വഭാവം. എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. രഞ്ജുവിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ തനി നിറം കാണിച്ചു. അതോർത്തിട്ട് ഗീതു ഇങ്ങനെ ഇറങ്ങി നടക്കുക. ഈ സമയത്ത് വിജയലക്ഷ്മി എന്നിട്ട് മുറിയിലേക്ക് പൂജാമുറിയിലേക്ക് ചെല്ലുവാണ്. അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക. വിജയലക്ഷ്മിയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് അങ്ങോട്ട് രഞ്ജു വരുന്നേ. രഞ്ജു എന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അമ്മ സങ്കടപ്പെടണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഒരു ദിവസം സത്യങ്ങളൊക്കെ അറിയും. ഗോവിന്ദന്റെ അമ്മയാണ് വിജയലക്ഷ്മി എന്നുള്ള കാര്യം അത് ഞാൻ തന്നെ അറിയിച്ചോളാം. അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ ചെയ്തോളാം. അമ്മ സങ്കടപ്പെടാതിരിക്കാൻ പറഞ്ഞിട്ട് വിജയലക്ഷ്മിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.